വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. സോ ഇപ്പോൾ റീസെൻ്റ്ലി നെറ്റ് എക്സാമിന് വേണ്ടി പഠിച്ചവർ അല്ലെങ്കിൽ ഡിസംബറിൽ എക്സാം എഴുതിയവരൊക്കെ ചിലപ്പോൾ കുറച്ച് പേര് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും, നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലാത്തവർ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ജൂണിലോട്ടുള്ള നെറ്റ് എക്സാം ആണ്. അപ്പോൾ ഇത്തവണ കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മടി പിടിച്ചിരിക്കാതെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് തന്നെ അറിയാമല്ലോ, നമുക്ക് എന്തുകൊണ്ടാണ് നെറ്റ് എക്സാം നിങ്ങൾക്ക് നേരെ പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നത് എന്ന കാര്യം നമുക്കേ അറിയുള്ളൂ, മറ്റുള്ളവരെക്കാളും നമുക്ക് മാത്രമാണ് അറിയുള്ളൂ. അപ്പം ആ ഒരു രീതി നിങ്ങൾ മാറ്റി പിടിച്ചുകൊണ്ട്, അതൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ തന്നെ ആയിക്കോട്ടെ, ഇന്ന് തൊട്ട് ഞാൻ JRF വേണ്ടി പഠിക്കും എന്നൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്താൽ മതി അല്ലേ. ഇപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു, എന്നാലും നിങ്ങൾ ഇന്ന് തൊട്ടെങ്കിലും അങ്ങനെ വിചാരിക്കുക. സോ ജൂണിലോട്ടുള്ള പ്രിപ്പറേഷൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നെറ്റല്ല JRF നമുക്ക് അടിക്കാനായിട്ട് സാധിക്കും. സോ CCയിൽ ഇപ്പോൾ JRFന്റെ വിക്ടറി ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. സോ നമ്മുടെ റിസർച്ച് ആപ്റ്റ്യൂഡ് ചിലപ്പോൾ നേരെ പഠിക്കാത്തവരുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ PG ഒക്കെ റീസെൻ്റ്ലി കഴിഞ്ഞ് ആദ്യമായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. വാട്ടെവർ എങ്ങനെയാണെന്നുണ്ടെങ്കിലും റിസർച്ച് ആപ്റ്റ്യൂഡിന്റെ ആദ്യം തന്നെ അതിന്റെ സിലബസിനെ കുറിച്ച് നമുക്ക് നല്ലതുപോലെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സിലബസ് എന്ന് പറയുമ്പോൾ ആകെ ഒരു 5-6 പോയിന്റേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും ഇത്രയും ഈസി ആണോ റിസർച്ച്, അല്ലെങ്കിൽ ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. കാരണം നോക്കിക്കേ, റിസർച്ച് അതിന്റെ മീനിങ് ഉണ്ട്, ടൈപ്സ് ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ടു റിസർച്ച്. ഇതാണ് ആദ്യം പഠിക്കേണ്ടത്. മെത്തേഡ്സ് ഓഫ് റിസർച്ച് ഉണ്ട്, എക്സ്പെരിമെന്റൽ, ഡിസ്ക്രിപ്റ്റീവ്, ഹിസ്റ്റോറിക്കൽ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്. ദെൻ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് പഠിക്കണം, തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ് പഠിക്കണം, അതിന്റെ ഫോമാറ്റും ആൻഡ് സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ICT ഇൻ റിസർച്ചും ആൻഡ് റിസർച്ച് എത്തിക്സ്. ഇത്രയാണ് നമ്മുടെ സിലബസിലുള്ളത്. പക്ഷെ നമ്മൾ ഇത്രയും പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇത്രയും പഠിച്ചാൽ പോരാ. കാരണം ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ റിസർച്ചിന്റെ മീനിങ്, ടൈപ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ടൈപ്സിൽ തന്നെ എത്ര ടൈപ്സ് വരുന്നുണ്ട്. മെയിൻലി ഇവിടെ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ മെത്തേഡ്സ് ആയിട്ട് പറയുന്നുണ്ട്. അല്ലാതെ റിസർച്ച് ആയിട്ട് നമുക്ക് എന്ത് പറയാം, കുറേ അധികം റിസർച്ച് ഉണ്ട് അല്ലെ. ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, കോറിലേഷണൽ റിസർച്ച് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഉണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലായി, ടൈപ്സിൽ തന്നെ ഒരുപാടെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കണം. ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസം അല്ലെ. പിന്നെ മെത്തേഡ്സ് ഓൾറെഡി പറഞ്ഞു. ഇനി സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുമ്പോൾ സ്റ്റെപ്സിലാകെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അതായത് റിസർച്ചിന്റെ കോമൺലി വരുന്ന സ്റ്റെപ്സ് ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. ഈ പോയിന്റ് പിന്നെ നോക്കണ്ട, അത് ഓക്കെയാണ്. തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, ഫോമാറ്റ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ്, അതിലാണ് നമ്മുടെ APA സ്റ്റൈൽ വരുന്നുണ്ട്, MLA സ്റ്റൈൽ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പഠിക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ റിസർച്ച് ഒക്കെ ഓൾറെഡി ചെയ്തവർക്ക് അറിയാൻ പറ്റും. ആ റിസർച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവസാനം ബിബ്ലിയോഗ്രഫി എഴുതുന്ന സമയത്ത് അതിനൊരു ഫോമാറ്റ് ഉണ്ട് അല്ലെ. ആദ്യം ആളുടെ പേര് എഴുതി, പിന്നെ ബ്രാക്കറ്റിൽ ആ പബ്ലിക്കേഷൻ ഏത് ഇയർ ആണ് എന്ന് എഴുതണം. ദെൻ അതിന്റെ ഫോണ്ടിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അങ്ങനെ കറക്റ്റ് ഒരു രീതി നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം പഠിക്കുന്ന ഒരു ഏരിയ ആണ് തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ് എന്നൊരു ഏരിയ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്, അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ICT ആയിട്ട് റിലേറ്റഡ്. ദെൻ റിസർച്ച് എത്തിക്സ് ആണ്. എത്തിക്സ് നമുക്കറിയാമല്ലോ, ഇപ്പൊ നമ്മുടെ എത്തിക്സിന് നിരക്കാത്തത് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ റിസർച്ചിനും അതിൻ്റെതായിട്ടുള്ള എത്തിക്സ് ഉണ്ട്. അപ്പൊ മറ്റേ പ്ലേജറിസം അത് വരാൻ പാടില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ റിസർച്ച് ആപ്റ്റ്യൂഡിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇപ്പൊ BEdും MEd ഒക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ, മീൻസ് ഇപ്പോൾ എഡ്യൂക്കേഷന് വേണ്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾ MEdന് ഇത് പഠിക്കുന്നുണ്ട്, കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ അല്ലാതെ ബാക്കിയുള്ള സബ്ജക്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കൊമേഴ്സിനാണെങ്കിലും കൊമേഴ്സിൽ റിസർച്ച് പഠിക്കാനുണ്ട്. അപ്പൊ അവർക്കും ഇത് ഈസി ആയിരിക്കും. ബാക്കിയുള്ള സബ്ജക്റ്റുകാർക്കാണ് ഇപ്പൊ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനെയുള്ള സബ്ജക്റ്റുകാർക്കാണ് മെയിൻലി നമുക്ക് റിസർച്ച് ആപ്റ്റ്യൂഡ് ആദ്യം തൊട്ട് പഠിച്ച് തുടങ്ങേണ്ട ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഓർഡർ ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഫോളോഡ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്. ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഫോളോഡ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്. അപ്പൊ ഇത് ഏതിൽ വരുന്നതാ, നമ്മുടെ സിലബസിൽ സ്റ്റെപ്സ് ഓഫ് റിസർച്ചിൽ വരുന്ന ഒരു കാര്യമാണ്. സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം, സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തേഡ്, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റ്യൻ, ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്, റിപ്പോർട്ടിംഗ് ദ റിസൾട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ആദ്യം സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ആണോ വരിക, അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തേഡ് ആണോ വരുന്നത്? ഇവിടെ ആദ്യം തന്നെ A, B ഇങ്ങനെയാണ് ഓപ്ഷൻ. നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം ഓപ്ഷൻ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ നോക്കുക. അതായത് ഞാൻ പറഞ്ഞത് ആദ്യം ഒരു തവണ ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പുമായി ഇത് 1, ഇത് 2, ഇത് 3 അങ്ങനെ ചെയ്യാതെ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങളിൽ പലരും ചിലപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ആ എക്സാം ഹാളിൽ അത് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പഠിച്ച കാര്യം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് വേണ്ട പോലെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പലർക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഇവിടെ A എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഓപ്ഷൻ 4 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ 4 എന്ത് ചെയ്യാം? നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ബാക്കി നോക്കിക്കേ, ഇവിടെ A കഴിഞ്ഞ് B ഉണ്ട്, A കഴിഞ്ഞ് C ഉണ്ട്, A കഴിഞ്ഞ് D ഉണ്ട്. സോ രണ്ടാമത്തെ B ആണോ C ആണോ D ആണോ വരുന്നത് നോക്കിയാൽ പോരെ? ഫസ്റ്റ് വൺ എന്തായാലും A ആണ്, അതായത് സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ആണ്. അടുത്തത് B ആണോ C ആണോ D ആണോ നോക്കിയാൽ മതി. സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തേഡ് ആണോ, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റൻ ആണോ, ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണോ? ഏതാണ് വരുന്നത്? ഡാറ്റ കളക്ഷൻ ഒക്കെ റിസർച്ച് മെത്തേഡ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഡാറ്റ കളക്ഷൻ വരുന്നത്. അപ്പൊ ഏതായിരിക്കും? റിസർച്ച് മെത്തേഡ് ആണോ, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റൻ ആണോ? ആദ്യം നമ്മൾ റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റൻ ആണ്. സോ ഇതാണ് രണ്ടാമതായിട്ട് വരുന്നത്. അതായത് എ സി വരുന്ന ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, നമുക്ക് ആൻസർ കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. രണ്ടാമത്തെ C ആണെന്ന് മനസ്സിലായി. അടുത്തത് സെലക്ഷൻ ഓഫ് റിസർച്ച് മെത്തേഡ് ആണ് മൂന്നാമതായിട്ട് വരുന്നത്. ദെൻ D ആണ് ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് ആണ്. ആൻഡ് ഫൈനലി റിപ്പോർട്ടിംഗ് ദ റിസൾട്ട് ആണ്. അതായത് അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് റിപ്പോർട്ടിംഗ് ദ റിസൾട്ട് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 3ഉം 4ഉം ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. കാരണം Cയും Aയും ആണ് അതിന്റെ അവസാനം വരുന്നത്, അല്ലെ? Cയും Aയും ആണ് അതിന്റെ ഫോർമുലേഷൻ ഓഫ് റിസർച്ച് ക്വസ്റ്റനും സെലക്ഷൻ ഓഫ് റിസർച്ച് പ്രോബ്ലം ഒക്കെ വരുന്നത് അവസാനം. അപ്പൊ അതല്ല, അല്ലെ? അങ്ങനെയും നമുക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റുഡൻസ് ഓഫ് ഹൈ ഇന്റലിജൻസ് വിൽ സിഗ്നിഫിക്കന്റ്ലി ഡു ബെറ്റർ ഇൻ ദെയർ അക്കാഡമിക് അച്ചീവ്മെന്റ്. വിച്ച് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ഈസ് ദിസ്? ഹൈപ്പോത്തിസിസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഹൈപ്പോത്തിസിസ് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നോ? ഇല്ല, പക്ഷെ എന്നിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ഹൈപ്പോത്തിസിസ്, അതുപോലെ സാമ്പിളിംഗ്, നമ്മൾ പോപ്പുലേഷനിൽ നിന്നും സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന രീതി, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മെഷർമെന്റ് സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് പഠിക്കാനുണ്ട്. റേഷ്യോ സ്കെയില്, ഇന്റർവൽ സ്കെയില്, നോമിനൽ സ്കെയില്, ഓർഡിനൽ സ്കെയില്, അതൊക്കെ നമുക്ക് സിലബസിൽ ഇല്ലെങ്കിൽ കൂടെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതായിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കണം. So students of high intelligence will significantly do better in their academic achievement എന്ന് അവിടെ കറക്റ്റ് ആയിട്ട് ഒരു ഡിറക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഒന്ന് ഹൈ ആവുമ്പോൾ മറ്റേതും ഹൈ ആവുന്നു. ഇപ്പൊ ആക്ച്വലി എന്താ, നമ്മൾ വേരിയബിൾസ് ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ 2 വേരിയബിൾസിന്റെ റിലേഷൻഷിപ്പ് നോക്കുന്ന റിസർച്ച് ഉണ്ട്. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ ഹൈപ്പോത്തിസിസ് എടുക്കുന്ന സമയത്ത് ഒരു വേരിയബിൾ ഹൈ ചെയ്യുമ്പോൾ അടുത്ത വേരിയബിളും ഹൈ ആവുന്നു, അല്ലെങ്കിൽ ഒന്ന് ഇൻക്രീസ് ആവുമ്പോൾ മറ്റേതും ഇൻക്രീസ് ആവുന്നു, അല്ലെങ്കിൽ ഒന്ന് ഡിക്രീസ് ആവുമ്പോൾ മറ്റേതും ഡിക്രീസ് ആവുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു ഡിറക്ഷൻ അവിടെ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഡിറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ്. ഇനി അങ്ങനല്ല, നമ്മൾ പറയുകയാണ് ഇന്റലിജൻസും അക്കാഡമിക് പെർഫോമൻസ് തമ്മിൽ നല്ല ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇന്റലിജൻസും അക്കാഡമിക് പെർഫോമൻസും കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസും റിലേറ്റഡ് ആണ് എന്ന് ജസ്റ്റ് ഒരു ഹൈപ്പോത്തിസിസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുന്നത്? അവിടെ ഡിറക്ഷൻ അവിടെ മെൻഷൻ ചെയ്യുന്നില്ല, രണ്ടും അവിടെ റിലേറ്റഡ് ആണെന്നേ പറയുന്നുള്ളൂ. ഏത് കൂടുമ്പോൾ ഏത് കുറയുന്നു, ഏത് കൂടുമ്പോൾ ഏത് കുറയുമ്പോൾ ഏത് കൂടുന്നു, അങ്ങനെ ഒരു കാര്യം അവിടെ പറയുന്നില്ല, അല്ലെ? അപ്പൊ അത് നോൺ ഡിറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ്. ഇനി നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, നൾ ഹൈപ്പോത്തിസിസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ദർ എക്സിസ്റ്റ് നോ ഡിഫറൻസ്, ഒരു നോ എന്നുള്ളൊരു കാര്യം അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റലിജൻസ് ആൻഡ് അക്കാഡമിക് പെർഫോമൻസ് എമംഗ് സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ്, അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൾ ഹൈപ്പോത്തിസിസ് ആണ്. ആൻഡ് ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ഇന്റലിജൻസ് ആൻഡ് അക്കാഡമിക് പെർഫോമൻസ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. സോ ഇതാണ് 4 ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. കൺകറന്റ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, അതാണ് 4 ടൈപ്പ്. സോ ഇതിൽ എന്താ വരുന്നത്? സ്റ്റുഡൻസ് ഓഫ് ഹൈ ഇന്റലിജൻസ് വിൽ സിഗ്നിഫിക്കന്റ്ലി ഡു ബെറ്റർ ഇൻ ദെയർ അക്കാഡമിക് അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട് ഹൈ ഇന്റലിജൻസ് ഉള്ളവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും.
അതായത് ഒന്ന് ഇൻക്രീസ് ആവും മറ്റേതും ഇൻക്രീസ് ആവും എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഡിറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. വിച്ച് ആർ കറക്റ്റ് ഫാക്ട്സ് റിലേറ്റിംഗ് ടു റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് റിസർച്ച് ടൂൾ. കണ്ടോ, ഇതും നമ്മുടെ സിലബസിൽ മെൻഷൻഡ് അല്ല. ഈ വാലിഡിറ്റിയും റിലയബിലിറ്റിയും പഠിക്കാനുണ്ടെന്ന് സിലബസിൽ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് വാലിഡിറ്റിയും റിലയബിലിറ്റിയും. സ്ഥിരം ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഈ വാലിഡിറ്റി, റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, സബ്ജക്റ്റിവിറ്റി എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ വേരിയബിൾസിനെ കുറിച്ചും സ്ഥിരം ചോദിക്കുന്നതാണ്. ഇതിൽ വേരിയബിൾസിനെ കുറിച്ചും സ്ഥിരം ചോദിക്കുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ കറക്റ്റ് ഫാക്ട്സ് റിലേറ്റിംഗ് ടു റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് റിസർച്ച് ടൂൾ. ഏതൊക്കെയാണ്? കൺസിസ്റ്റൻസി ഈസ് നെസസറി ഫോർ റിലയബിലിറ്റി. വാലിഡിറ്റി ഈസ് ദ പ്രീ കണ്ടീഷൻ ഫോർ റിലയബിലിറ്റി. എ റിലയബിൾ ടെസ്റ്റ് ഈസ് ഓൾവേസ് വാലിഡ്. എ വാലിഡ് ടെസ്റ്റ് ഈസ് ഓൾവേസ് റിലയബിൾ. Then there is no relationship between reliability and validity of a test. ഇതാണ് 5 കാര്യങ്ങൾ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം എന്താണ് വാലിഡിറ്റി, എന്താണ് റിലയബിലിറ്റി. ഒരു ടെസ്റ്റ് വാലിഡ് ആവുമ്പോൾ അത് റിലയബിൾ ആവോ, ഒരു ടെസ്റ്റ് റിലയബിൾ ആവുമ്പോൾ അത് വാലിഡ് ആവോ എന്നുള്ളൊരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയണം. എന്താണ് വാലിഡിറ്റി എന്ന് പറയുന്നത്? നമ്മൾ എന്താണോ മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യം തന്നെ മെഷർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് വാലിഡിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ടെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റിൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേണ്ടത് അല്ലെ. അല്ലാതെ മറ്റേ അക്കാഡമിക് പെർഫോമൻസിന്റെയും മാത്സ് റിലേറ്റഡും കാര്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല അല്ലെ. അപ്പൊ ഇന്റലിജൻസിന് മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടെസ്റ്റിൽ ഇന്റലിജൻസിന് മെഷർ ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ടെസ്റ്റ് ഈസ് വാലിഡ് എന്നുള്ളത്. ഇനി റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ആണ്. മനസ്സിലാക്കുക, കൺസിസ്റ്റൻസി ആണ് റിലയബിലിറ്റി. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഇന്റലിജൻസ് അളക്കുന്നു, അത് ഞാൻ അളന്നാലും വേറൊരു ടീച്ചർ വന്ന് അളന്നാലും എപ്പോൾ അളന്നാലും ഏത് സമയത്ത് അളന്നാലും നമുക്ക് സെയിം റിസൾട്ട് കിട്ടണം. അതായത് കൺസിസ്റ്റൻസി ഉണ്ടാവണം. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി പഠിക്കാനുള്ള ഒരു കാര്യം, എല്ലാ വാലിഡ് ടെസ്റ്റും റിലയബിൾ ആണ്. എല്ലാ വാലിഡ് ടെസ്റ്റും റിലയബിൾ ആണ്. കാരണം നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ് വാലിഡ് ആണെന്ന് വെച്ചാൽ ആ ടെസ്റ്റ് വെച്ച് ആര് നടത്തിയാലും അത് സെയിം റിസൾട്ട് അല്ലേ കിട്ടുള്ളൂ. അപ്പൊ എല്ലാ വാലിഡ് ടെസ്റ്റും റിലയബിൾ ആണ്. പക്ഷെ തിരിച്ചാവണമെന്നില്ല. അതായത് എല്ലാ റിലയബിൾ ടെസ്റ്റും വാലിഡ് ആവണമെന്നില്ല. മേ ബി ആവാം, ചില കേസിലാവാം, പക്ഷെ ചില കേസിലാവില്ല. അപ്പൊ എല്ലാ വാലിഡ് ടെസ്റ്റും റിലയബിൾ ആണ്. ദാറ്റ് ഈസ് ഓൾ വാലിഡ് ടെസ്റ്റ് ആർ റിലയബിൾ, ബട്ട് ഓൾ റിലയബിൾ ടെസ്റ്റ് ആർ മേ ഓർ മേ നോട്ട് ബി വാലിഡ് എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ. സോ കൺസിസ്റ്റൻസി ഇസ് നെസസറി ഫോർ റിലയബിലിറ്റി. അത് കറക്റ്റ് ആണല്ലോ. കറക്റ്റ് ആണ്. വാലിഡിറ്റി ഇസ് ദ പ്രീ കണ്ടീഷൻ ഫോർ റിലയബിലിറ്റി. അത് വരുന്നുണ്ടോ? കൺസിസ്റ്റൻസി ഇസ് നെസസറി ഫോർ റിലയബിലിറ്റി എന്ന് പറഞ്ഞു. വാലിഡിറ്റി ഇസ് ദ പ്രീ കണ്ടീഷൻ ഫോർ റിലയബിലിറ്റി എന്ന് പറയാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. എ റിലയബിൾ ടെസ്റ്റ് ഈസ് ഓൾവേസ് വാലിഡ്. അത് തെറ്റല്ലേ? തെറ്റാണ്. എ വാലിഡ് ടെസ്റ്റ് ഈസ് ഓൾവേസ് റിലയബിൾ. അത് ശരിയാണ്. ദർ ഇസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ്. അത് തെറ്റാണ്. സോ എയും ഡിയും ശരിയാണെന്ന് നമുക്കറിയാം. ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. എയും ഡിയും നമുക്കൊരു ബി ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. എയും അതുപോലെ തന്നെ ഡിയും എന്തായാലും ശരിയാണ്. സോ ഇവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. കണ്ടോ, എ ആൻഡ് ഡി ഓൺലി എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ഇവിടെ രണ്ടാമത്തെ നോക്കിക്കേ, വാലിഡിറ്റി ഇസ് ദ പ്രീ കണ്ടീഷൻ ഫോർ റിലയബിലിറ്റി എന്നുള്ളത് തെറ്റാണ് എന്ന് മനസ്സിലായി അല്ലേ. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഓപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓപ്ഷൻ നോക്കിയിട്ട് എലിമിനേറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ഓപ്ഷൻ 3, അതായത് എ ആൻഡ് ഡി ഓൺലി ആണ് കറക്റ്റ് ആൻസർ. കൺസിസ്റ്റൻസി ഈസ് നെസസറി ഫോർ റിലയബിലിറ്റി ആൻഡ് എ വാലിഡ് ടെസ്റ്റ് ഈസ് ഓൾവേസ് റിലയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതും നമ്മുടെ റിലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കിക്കേ. ഓൾ വാലിഡ് ടെസ്റ്റ് ആർ റിലയബിൾ ബട്ട് ഓൾ റിലയബിൾ ടെസ്റ്റ് ആർ നോട്ട് വാലിഡ്. ഞാനിപ്പോൾ പറഞ്ഞ അതേ സാധനം അല്ലേ. അപ്പൊ അത് ശരിയാണ് എന്ന് നമുക്കറിയാം. ഇനി സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ്. ഇതും പഠിച്ചു വെക്കേണ്ടതാണ്. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് നമ്മൾ റിലയബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ രണ്ടും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ടല്ലോ, ടൈപ്സ് ഓഫ് റിസർച്ച്. ആ ടൈപ്സ് ഓഫ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. In an educational research, variable under study are being manipulated and controlled. What kind of research it is? എന്താണ്? എഡ്യൂക്കേഷൻ റിസർച്ചിൽ വേരിയബിൾ അണ്ടർ സ്റ്റഡി ആർ ബീങ് മാനിപ്പുലേറ്റഡ് ആൻഡ് കൺട്രോൾഡ്. സോ വാട്ട് കൈൻഡ് ഓഫ് റിസർച്ച് ഇറ്റ് ഈസ്?
ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ, എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് ആണോ, മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ എക്സ്പെരിമെന്റൽ റിസർച്ചിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും. നമ്മുടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുവാണ്. അതായത് ഇപ്പം മാത്സിൽ, ഇപ്പം ഞാൻ മെയിൻ സബ്ജക്റ്റ് മാത്സ് ആയതുകൊണ്ടാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പം മാത്സിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ട്, ഈസി ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു മെത്തേഡ് കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ മെത്തേഡ് കുട്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ശരിയാവുന്നുണ്ടോ, വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്കറിയണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റാൻഡംലി സെലക്ട് ചെയ്ത ഒരു കൺട്രോൾ ഗ്രൂപ്പും റാൻഡംലി സെലക്ട് ചെയ്ത ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ യാതൊരു രീതിയിലുള്ള ഇന്റർവെൻഷൻസും നമ്മൾ നടത്തുന്നില്ല. നമ്മൾ ഫുള്ളി ഇന്റർവെൻഷൻസ് നടത്തുന്നത് ഈ ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലാണ്. അപ്പം അങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ട് ഗ്രൂപ്പിനെയും ആദ്യം നമ്മൾ പ്രീ ടെസ്റ്റ് ഒക്കെ നടത്തും. എന്നിട്ട് ഈ ഇന്റർവെൻഷൻ, അതായത് ഞാൻ പുതിയതായിട്ട് കൊണ്ടുവരുന്ന സാധനം ഞാൻ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് മാത്രം എന്ത് ചെയ്യും, കൊടുക്കും. എന്നിട്ട് പോസ്റ്റ് ടെസ്റ്റ് നടത്തും. പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഇന്റർവെൻഷൻ കൊടുത്തതിന് ശേഷം പിന്നീട് ഒന്നുകൂടെ രണ്ടുപേരുടെയും ടെസ്റ്റ് നടത്തും. അങ്ങനെ ടെസ്റ്റ് നടത്തുമ്പോൾ ഈ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് സ്വാഭാവികമായിട്ട് മാർക്ക് കൂടേണ്ടതാണ്. അല്ലെങ്കിൽ എൻ്റെ മെത്തേഡ് എന്താ, എൻ്റെ മെത്തേഡ് കൊണ്ട് വലിയ യൂസ് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യണം, മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് അത് തന്നെയാണ് പറയുന്നത്, വേരിയബിൾസ് അണ്ടർ സ്റ്റഡി ആർ ബീങ് മാനിപ്പുലേറ്റഡ് ആൻഡ് കൺട്രോൾഡ്. സോ വാട്ട് കൈൻഡ് ഓഫ് റിസർച്ച് ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സോ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ തന്നെ ഒരു സബായിട്ട് വരുന്ന ഒരു കാര്യമാണ് ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നമ്മളിപ്പോൾ കൺട്രോൾഡ് ഗ്രൂപ്പിനെയും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനെയും നമ്മൾ റാൻഡംലി ആണ് സെലക്ട് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ട് റാൻഡംലി ആണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ റാൻഡംലി സെലക്ട് ചെയ്യാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് എന്ന് പറയുമ്പോൾ എന്താണ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച്? എക്സ്പോസ്ഡ് ഫാക്ടർ എന്ന് വെച്ചാൽ ആഫ്റ്റർ ദ ഫാക്ട് റിസർച്ച് എന്നും പറയാറുണ്ട്. അതായത് നമ്മൾ മെയിൻലി റിസർച്ച് നടത്തുന്നത് ഒന്നിന്റെ കോസ് കാരണം ഒന്നിൽ എഫക്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ ആ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കണ്ടെത്താനായിട്ടാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു ഫാക്ട് നടന്നു എന്ന് വിചാരിക്കാം. നടന്ന സാധനത്തിന്റെ കോസ് കണ്ടെത്തുന്ന ഒരു റിസർച്ച് ആണ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സുനാമി വന്നു. സുനാമി വന്നതിന് ശേഷം, സുനാമി വന്ന് വൻ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതിന്റെ റീസൺ എന്താണ് എന്ന രീതിയിൽ നമ്മൾ പുറകോട്ട് റിസർച്ച് നടത്തുവാണ്. ഇപ്പൊ സുനാമി വന്നു കഴിഞ്ഞ് എല്ലാ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടെത്തുവാണ്, ഈ സുനാമി എവിടെ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ മെയിൻ റീസൺ എന്നൊക്കെ കണ്ടെത്താനായിട്ട് ഒരു റിസർച്ച് നടത്തുവാണ്. ആ ടൈപ്പ് ഓഫ് റിസർച്ചിനെയാണ് എക്സ്പോസ്ഡ് ഫാക്ടർ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. അത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് അറിയാലോ. ക്വാണ്ടിറ്റേറ്റീവ് മീൻസ് ഇപ്പൊ നമ്മുടെ സർവേ ഒക്കെ നടത്തി സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നടത്തുന്ന ഒരു റിസർച്ച് ആണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല, ഒരു കേസ് സ്റ്റഡി, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അതിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒബ്സർവേഷൻ വഴി ഡാറ്റ കളക്ട് ചെയ്ത് വളരെ ചെറിയൊരു പോപ്പുലേഷനിൽ നടത്തുന്ന ഒരു സ്റ്റഡിയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ അത് രണ്ടിന്റെയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു റിസർച്ച് ആണ് എന്ത് പറയുന്നത്, മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്തത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതായത് ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ഒരു സ്പെസിഫിക് ടോപ്പിക് വേണമെന്നോ അതിന്റെ ക്വസ്റ്റ്യൻസ് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. ആൻഡ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ നമ്മുടെ CCയിൽ ഇപ്പോൾ നോക്കിക്കേ, UGC നെറ്റ് ജൂൺ 2026 വേണ്ടിയിട്ടുള്ള ഒരു JRF വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ കഴിഞ്ഞ എക്സാമിൽ ചിലപ്പോൾ നെറ്റ് കിട്ടും എന്ന് പ്രതീക്ഷയുള്ളവരുണ്ടാവാം അല്ലെ. കഴിഞ്ഞ എക്സാം കഴിഞ്ഞവർക്ക് നെറ്റ് കിട്ടും, എന്തായാലും എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ടാവാം. നെറ്റ് എന്തായാലും എല്ലാവർക്കും കിട്ടട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. ഈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് പഠനം നിർത്തരുത്, ഉറപ്പായിട്ടും JRFന് വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ, JRFന് വേണ്ടി ട്രൈ ചെയ്യണം. അപ്പൊ അവർക്കായിട്ടും അതുപോലെ എല്ലാ സ്റ്റുഡൻസിനായിട്ടും ഒരു JRF വിക്ടറി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഉള്ളത്. സബ്ജക്ട്സ് നോക്കിക്കേ, പേപ്പർ 1 ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്. ഇത്രയും സബ്ജക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഓരോ സബ്ജക്ട്സും നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് നമ്മുടെ CCയിൽ ഉള്ളത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, ഒരുപാട് തവണ നെറ്റും
JRF ഒക്കെ കിട്ടിയ ടീച്ചേഴ്സ് നമുക്ക് ഉണ്ട്, PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, PhD ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആൻഡ് ഇനി ജൂൺ വരെ സമയമുണ്ടല്ലോ, ഇപ്പൊ ജൂണിൽ പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കേണ്ട, ഇപ്പൊ തന്നെ പഠിക്കാം. ചെറിയ എക്സാംസ് അല്ല അല്ലേ, നെറ്റ് എന്ന് പറയുമ്പോൾ 6% മാത്രമാണ് ക്വാളിഫൈഡ് ആവുള്ളൂ. JRF ആണെന്നുണ്ടെങ്കിൽ 1% മാത്രമാണ് JRFും കിട്ടുന്നവരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ താഴെ തന്നെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.